ദൃശ്യം എന്ന സിനിമയിലെ മോഹൻലാലിന്റെ മകളായി മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് അൻസിബ ഹസൻ. അൻസിബയുടെ പിറന്നാൾ ആഘോഷവും ഋഷിയുമായുള്ള സുഹൃത്ത് ബന്ധവുമാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. മലയാളത്തിലും തമിഴിലുമായി കുറച്ച് ചിത്രങ്ങൾക്ക് ശേഷം ബിഗ് ബോസ് ഹൗസിലെത്തി നീതിപൂർവ്വം കളിക്കുന്ന കളിക്കാരിൽ ഒരാളാണ് അൻസിബ. ഋഷി ആകട്ടെ ഫ്ലവേഴ്സ് ചാനലിലെ ഉപ്പും മുളകും എന്ന ജനപ്രിയ ഷോയിലൂടെ മുടിയൻ എന്ന കഥാപാത്രം അവതരിപ്പിച്ച് മലയാളികളുടെ മനസ്സു കീഴടക്കി. പിന്നീട് പൈപ്പിൻ ചുവട്ടിലെ പ്രണയം പോലുള്ള സിനിമകളിൽ പ്രധാന വേഷങ്ങളിലെത്തി. അതിനുശേഷം ബിഗ് ബോസ് ഹൗസിലേക്കും. ബിഗ് ബോസ് ഹൗസിലെ നല്ല സൗഹൃദങ്ങൾക്ക് ഉദാഹരണമാണ് അൻസിബയും ഋഷിയും. ഇരുവരുടെയും സൗഹൃദം ബിഗ് ബോസിൽ മാത്രമല്ല പുറത്തിറങ്ങിയിട്ടും അതുപോലെ ഉണ്ടെന്നതിന്റെ ഉദാഹരണമാണ് അൻസിബയുടെ കഴിഞ്ഞ ദിവസത്തെ ബർത്ത്ഡേ പാർട്ടി. ബർത്ത്ഡേ ദിവസം കുറച്ച് വൈകിട്ടാണെങ്കിലും ഋഷി എത്തി അൻസിബയുടെ ബർത്ത്ഡേ ആശംസിച്ചു. ബിഗ് ബോസിൽ ഒരുപാട് നാളുകൾ പിന്നിട്ട ശേഷമാണ് അൻസിബ എവിക്റ്റ് ആവുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഫൈനൽ എവിക്ഷനിൽ ഋഷിയാണ് പുറത്തായത്. 4ാം റണ്ണറപ്പ് എന്ന ഖ്യാതിയോടെയാണ് ഋഷി പുറത്തേക്ക് പോകുന്നത്. 100 ദിവസം ബിഗ് ബോസ് വീട്ടിൽ നിന്ന ശേഷമാണ് ഋഷി പുറത്താകുന്നത്. എപ്പോഴത്തെയും പോലെ വ്യത്യസ്തമായാണ് ബിഗ് ബോസ് ഇത്തവണയും എവിക്ഷൻ നടത്തിയത്. ബിഗ് ബോസിന്റെ പ്രതിനിധികളായ ഒരാൾ വീടിനകത്തേക്ക് പ്രവേശിക്കുകയും 5 മത്സരാർത്ഥികളെയും പൊക്കമുള്ള ഒരു പ്രദേശത്ത് നിർത്തിയ ശേഷം ഒരാൾ വരികയും ആരാണോ ഔട്ടാകേണ്ടത് അയാളെ തള്ളിയിടുകയും ചെയ്യുകയായിരുന്നു. അത്തരത്തിൽ ബിഗ് ബോസിന്റെ പ്രതിനിധിയായി എത്തിയ വ്യക്തി ഋഷിയെ തള്ളിയിടുകയായിരുന്നു. പിന്നാലെ പ്രേക്ഷക വിധി പ്രകാരം ഋഷി ഔട്ടായി ബിഗ് ബോസ് പ്രഖ്യാപിച്ചു. അതിനുശേഷം ഋഷി പറഞ്ഞു, ആദ്യം മുതലേ ഞാൻ പറയാറുണ്ട്, ബിഗ് ബോസ് കപ്പ് എന്നത് പിന്നീടുള്ള കാര്യമാണ്. അകത്ത് വന്ന ശേഷം ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലായില്ല. വന്ന് 3ാമത്തെ ദിവസം തന്നെ ഞാൻ ആകെ ബ്രേക്കായി. ശേഷം എനിക്കൊരു വലിയ സൗഹൃദമുണ്ടായി അൻസിബയുമായി. എന്റെ അതിജീവനത്തിന്റെ വലിയൊരു ഭാഗമാണ് അൻസിബ എന്നതായിരുന്നു മോഹൻലാലിനടുത്തെത്തി ഋഷി പറഞ്ഞത്. വീട് ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അങ്ങനെ ഒരാൾ 100 ദിവസം വരെ നിൽക്കുക എന്നത് അത്ഭുതമാണെന്നും മോഹൻലാൽ പറഞ്ഞു. അതിന്റെ മുഴുവൻ ക്രെഡിറ്റും അൻസിബയ്ക്കാണെന്നാണ് ഋഷി പറയുന്നത്. ബിഗ് ബോസിലെത്തി ഇത്രയും നല്ല ശുദ്ധമായ സൗഹൃദം സമ്പാദിക്കാൻ പറ്റിയത് ഇരുവരും ഭാഗ്യമായി കണക്കാക്കുന്നു.